ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്കറിയാം ഭയങ്കര സെൻസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിനെ നമുക്ക് മനസ്സിലാക്കാൻ പറയുന്ന വലിയൊരു ഭീകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒറ്റക്കാലൻ ബേബി എന്ന് പറയുന്നത് ചോരയുടെ അറപ്പ് പോലും മാഞ്ഞ് തീഞ്ഞ് പോയിട്ടുള്ള അത്ര വലിയ രീതിയിലൊരു നൊട്ടോറിയസ് ക്രിമിനലാണ്. അതും കഞ്ചാവടിയൻ, മുഴുത്ത കഞ്ചാവടിയൻ. അതും ഇന്നലത്തെ ദിവസം അവൻ ഒരു കേസിനകത്ത് ഇതുപോലത്തെ സാമാന്യ രീതിക്കകത്ത് ഒരു പിള്ളേരെ പൈസയ്ക്കും സ്വർണ്ണത്തിനും എല്ലാം വേണ്ടി അവൻ കൊന്ന് അവരെ കുഴിച്ചു മൂടിയിട്ട് അവരെ സ്വർണ്ണം എടുക്കുക എന്ന ഒരു പദ്ധതിക്കകത്താണ് അവൻ്റെ ഒരു പ്രവണത രീതി. ആ രീതിയിൽ കൊല്ലപ്പെട്ട ഒരു കുട്ടിയുടെ ആ ഒരു കേസ് തീർന്നതിൻ്റെ ശിക്ഷ തീർന്നിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇറങ്ങിയപ്പം അവൻ ഇതുപോലെ ഈ പിള്ളേരെ ലക്ഷ്യം വെച്ച് അവരുടെ പിറകെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചയമായും കുട്ടികൾ വലിയൊരു അപകടത്തിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത്. ഈ വലിയൊരു അപകടത്തിൻ്റെ കാര്യത്തിൽ തന്നെ ശ്രീരഞ്ജിൻ്റെ മനസ്സിന് അത്രമാത്രം ടെൻഷൻ ഉണർത്തുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നോക്കുമ്പം ശാലിനി കുട്ടിയുടെ ഫോൺ നമ്പറിനകത്ത് സത്യയ്ക്ക് ഒരു ഫോൺ ഉണ്ടല്ലോ, അപ്പോൾ സത്യയുടെ ഫോണിൽ വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പം സത്യയുടെ ഫോണൊക്കെ സ്വിച്ച്ഡ് ഓഫ് ആണ് കുറേ നേരം കൊണ്ട് ട്രൈ ചെയ്തിട്ടും. അപ്പം ഈ ബസ് കണ്ടക്ടർ ചോദിക്കുന്നുണ്ട്, മാഡം വലിയ കുഴപ്പമുണ്ടോ? ഇടോ, തന്നോടാ പോകാൻ പറഞ്ഞത്, കുഴപ്പമുണ്ടോ എന്ന് പോലും ഇത്രയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികളെ കണ്ടുപോലും പറയാനായിട്ട് നിന്നില്ല, താൻ എന്തുകൊണ്ടോ ഈ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ബസ് കണ്ടക്ടർ അങ്ങ് പോവുകയാണ്. കാരണം അയാളെ ശ്രീരഞ്ജിനി പറഞ്ഞു വിടണം. കാരണം അവരുടെ കയ്യിൽ നിന്ന് ഇനി ഒരു ഇൻഫർമേഷൻ അറിയാനില്ല. ശ്രീരഞ്ജിനി അപ്പം ഈ കൂടെ ഇരിക്കുന്ന സബോർഡിനേറ്റ് ആയിട്ടുള്ള ഓഫീസർമാരോട് പറയുവാണ്, കുട്ടികൾ വലിയൊരു അപകടത്തിൽ തന്നെയാണ്. കാരണം ഒറ്റക്കാലൻ ബേബി നിസ്സാരനല്ല. ഇത് അവൻ്റെ കാൽ ജന്മന ഒന്നും ഒറ്റക്കാലല്ല. അവൻ്റെ കാലെന്ന് പറയുന്നത് ഇതുപോലെ ഒരു കൊച്ചിനെ കൊന്നു കുഴിച്ചു മൂടിയപ്പം അതിൻ്റെ ഒരു കലി കൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ തന്നെ വന്ന് ഇവൻ്റെ കാല് തല്ലി ഒടിച്ചാണ് ഇവൻ ഈ ഒറ്റക്കാലനായി മാറിയത്. അവൻ പേര് കേട്ട ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് മാത്രമല്ല, മുഴുത്ത കഞ്ചാവടിയനും. അതും പിള്ളേരൊക്കെ കാണുമ്പോൾ ഈ ലഹരിക്ക് വേണ്ടിയിട്ട് ഉള്ള ബാധ്യതയ്ക്കകത്ത് അവൻ പിള്ളേരിൽ നിന്ന് പൈസയും സ്വർണവും കക്കണം. പക്ഷേ അത് അവൻ നിസ്സാരമായി കക്കത്തില്ല. അവൻ്റെ ഹരം എന്ന് പറയുന്നതിന് ആ കുട്ടികളെ കൊന്ന് കുഴിച്ചു മൂടി അതിനുശേഷം അവരുടെ കയ്യിലുള്ള സ്വത്തുക്കൾ കൈപ്പറ്റുന്നതിനകത്താണ് അവന് ഏറ്റവും വലിയ ഹരം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തി ഈ കുട്ടികളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അതും ഇതുപോലത്തെ ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾ നിസ്സാര ഡേഞ്ചറിനകത്തൊന്നും അല്ലടോ. പിള്ളേർ പോയിരിക്കുന്ന വലിയൊരു അപകടത്തിലേക്കാണ്. നമുക്ക് എത്രയും വേഗം തന്നെ ആ പിള്ളേരെ പിറകെ പോകണം. എന്തുപോലെ ആ ഒറ്റക്കാലം ബേബിയുടെ കയ്യിൽ നിന്ന് പിള്ളേരെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 2 പിള്ളേരെയും നഷ്ടമാകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ശ്രീരഞ്ജനി എന്ത് ചെയ്യുവാണ്, പോലീസിൻ്റെ ജീപ്പ് എടുത്തിട്ട് നേരെ പിള്ളേരെ പിറകെ വെച്ച് അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ പോകുന്ന ദൂരത്തിനകത്തൊന്നും പിള്ളേരെ കാണാനില്ല. ഇവിടെ ഒന്നും കാണാനില്ല. അതായത് നിൽക്കാൻ പറ്റുന്ന ഓരോ പോയിന്റിനകത്ത് അവർ നിന്ന് നോക്കുന്നുണ്ട്. ആ പോയിന്റിനകത്തൊന്നും ഇല്ല. പക്ഷേ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പിള്ളേർ ഓരോ 5-5 മിനിറ്റിൻ്റെ ഗ്യാപ്പിലേക്ക് ആ ശ്രീരഞ്ജിനി എത്തുന്ന പോയിന്റിൽ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് മൂവ് ആയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും ശ്രീരഞ്ജിനിക്കും അവർക്കും തമ്മിൽ കണ്ടുമുട്ടാനായിട്ടൊരു സിങ്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ പിള്ളേർ കഴിച്ച് ഭക്ഷണമൊക്കെ, അതായത് അവർ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നാൽ കഴിക്കുമെന്നല്ലോ. അപ്പം പപ്പിമോൾ പറയുന്നുണ്ട്, ഭയങ്കര തണുക്കുന്ന സത്യേ. അപ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ പറയുന്നത്, നമ്മുടെ ബാഗിൽ സ്വെറ്റർ ഉണ്ടല്ലോ പപ്പി, അതെടുത്തിട്ടാൽ പോരെ, തണുപ്പ് മാറുമല്ലോ. അത് മാത്രമല്ല സത്യം, ഞാൻ നടന്ന് മടുത്ത്. കാരണം ഇനി എത്ര ദൂരം നടക്കാൻ, ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് സമയത്ത് വീട്ടിലൊക്കെ എത്തുമോ? സ്കൂൾ വിടുന്നതിന് മുമ്പ് അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമാവും. എൻ്റെ അച്ഛമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തല്ലി കൊല്ലും. അല്ലെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നിട്ട് അച്ഛമ്മ ഇഷ്ടംപോലെ വഴക്ക് പറഞ്ഞ, നീ അതൊന്നും വിഷമിക്കേണ്ട, നമ്മൾ ഇങ്ങനെ തന്നെ മിണ്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ സമയം പോവും, നീ വേഗം വാ പപ്പി എന്ന് പറയുമ്പോഴത്തേക്കും, തണുക്കുന്നല്ലേ പറഞ്ഞത്, നീ ആ ബാഗിൽ നിന്ന് സ്വെറ്ററൊക്കെ എഴുതരുത്. നമ്മൾ ഇപ്പം നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, കുട്ടികൾ നമ്മളൊക്കെ ഒരു ടൂർ പ്ലാനിന് പോകുന്നതിനേക്കാളുള്ള സാധനങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം ബിസ്ക്കറ്റ്, വെള്ളം, എക്സ്ട്രാ കുപ്പി വെള്ളം, പൈസ, സ്വെറ്റർ, കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പം നമ്മുടെ പപ്പിമോളും സ്വെറ്റർ എടുത്തോട്ടു, സത്യയും സ്വെറ്റർ എടുത്തു. അപ്പം സത്യമോൾ പപ്പിമോൾക്ക് സ്വെറ്റർ ഇടാൻ സഹായം കൂടി ചെയ്തു കൊടുത്ത് മുന്നോട്ടേക്ക് 2 പേരും കൂടെ വീണ്ടും കുറച്ചും കൂടെ നടക്കുവാണ്. അങ്ങനെ ഇവർ നടക്കുന്ന കാണിക്കുമ്പോൾ തന്നെ പിന്നെ കാണിക്കുന്ന ശ്രീരഞ്ജിനി ഇവരുടെ പിറകെ തന്നെ പോലീസ് ജീപ്പോയുടെ ആ പരിസരങ്ങളിനകത്തെല്ലാം ശ്രീരഞ്ജിനിയുടെ പാട്രോളിങ് നടത്തുന്നതും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു ആണെങ്കിൽ രോഹിത് ശ്യാമയൊക്കെ ഭയങ്കര ടെൻഷനിരിക്കുവാണേ. അപ്പോൾ അവരോട് പറയും, നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ ഈ പറയുന്ന വിഷ്ണുവിനാണ് യഥാർത്ഥത്തിൽ ശ്യാമേനേക്കാളും രോഹിത്തിനേക്കാളും ഒരു പടിക്ക് മേളിൽ പേടി യഥാർത്ഥത്തിൽ വിഷ്ണുവിൻ്റെ മനസ്സിനകത്താണ് ഉള്ളതെന്ന് വിഷ്ണുവിൻ്റെ മുഖം കണ്ടറിയാം. പക്ഷേ എന്നിട്ടും കൂടെ ഉള്ളവർ ടെൻഷൻ ആക്കിപ്പിക്കാതിരിക്കാൻ വേണ്ടി വിഷ്ണുവാൽ കഴിയുന്ന രീതിയിൽ അത് പറയുന്നു. ടെൻഷൻ ആവേണ്ട, നമുക്ക് അവിടത്തേക്ക് എത്തിപ്പിടിക്കാം. പക്ഷേ എന്നാൽ ഈ പിള്ളേർ എന്തിനാക്കി ഈ മീൻപാറയിലേക്ക് പോയത് എന്നറിയാതെ രോഹിത് സംസാരിക്കുന്നു. മീൻപാറ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വിഷ്ണുവിനാണെങ്കിൽ അത് തീരെ സഹിക്കാൻ പറഞ്ഞത് അത്രയ്ക്ക് ടെൻഷൻ കയറുകയാണ്. അപ്പം നമ്മുടെ ശ്യാമ ബാക്കിൽ നിന്ന് ആലോചിക്കുക, കുഞ്ഞേച്ചി ഓരോ കാര്യം സ്പോട്ടിന് വിളിച്ചറിയാം. എന്നാൽ പോലീസുകാരിപ്പോൾ എല്ലാ കാര്യം വിളിച്ച് പറയുന്ന ഒരു ആശ്വാസം ആയല്ലോ ബ്രദർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്യാമ മനസ്സിൽ ആലോചിക്കുകയാണ്, കുഞ്ഞേച്ചി തന്നെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോ സമയത്തും വിളിച്ച് എല്ലാ കാര്യവും മാഡം അറിയിപ്പിക്കുന്നതിൻ്റെ കാര്യം. ചേച്ചിക്ക് എന്തൊരു വലിയ മനസ്സിലാണ്. കുഞ്ഞേച്ചിയുടെ മനസ്സ് ഭയങ്കര വലുതാണ്. കാരണം എനിക്ക് നേരെ ഒരു പഴി കേൾക്കാൻ പാടില്ല, ഞാൻ അതിൻ്റെ അകത്ത് ഒരു കുറ്റവാളിയാകാൻ പാടില്ല, എന്നെ ആരും ക്രൂശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ സമയത്ത് സ്വന്തം 2 മക്കളെ
മക്കളെ നഷ്ടപ്പെട്ടിട്ട് പോലും കുഞ്ഞേച്ചി എൻ്റെ കാര്യം കൂടെ ആലോചിച്ച് എന്താണ് എന്നെ പരിഗണനയെടുത്ത് എൻ്റെ ജീവിതവും കൂടെ നന്നായിരിക്കണം ചിന്തിക്കുന്നെങ്കിൽ കുഞ്ഞേച്ചിക്ക് എന്തൊരു വലിയ മനസ്സാണ്. ഈ മനസ്സ് ആരും കാണാതെ പോകുന്നുണ്ടല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ശ്യാം എന്താണ് മനസ്സിൽ ആലോചിക്കുകയാണ്. അങ്ങനെ അവരുടെ കാറ് മുന്നിലോട്ടേക്ക് പോവാണ്. ശാലിനിയുടെ കാറ് മുന്നിലോട്ടേക്ക് തന്നെ പോവാണ്. ശാലിനിക്ക് അതിന് ടെൻഷൻ സഹിക്കാൻ. ശാലിനിയും വിഷ്ണു എല്ലാവരും ഇപ്പോഴും സിറ്റി റോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരാരും എന്താണ് ഈ പറയുന്നത് ശ്രീരഞ്ജനി എത്തിയ പോലെ കറക്റ്റ് മീൻപാറ റോഡിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇവരൊക്കെ മീൻപാറ ഹിൽ സ്റ്റേഷനിൽ എത്തണമെങ്കിൽ ഇനിയും കുറേ ദൂരമുണ്ട്. ഇപ്പോൾ കറക്റ്റ് പിള്ളേരെ ക്ലോസ് ടു ക്ലോസ് നെക്കിനകത്ത് ഇരിക്കുന്നത് ശ്രീരഞ്ജനിയും അതുപോലെ നമ്മുടെ സുസ്മിതയുടെ കാർ മാത്രമേ ഉള്ളൂ ഈ പിള്ളേരെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു വണ്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം നേരെ ഈ പിള്ളേർ ഇങ്ങനെ നിന്ന് ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഈ പപ്പിമോൾ പറയും നമുക്ക് ഇതിലെ കൂടെ വന്ന് വണ്ടി വല്ലതും കയറി പോയാലോ, നിൻ്റെ കയ്യിൽ പൈസ ഇല്ലേ സത്യം, നമുക്ക് പൈസ കൊടുക്കാമെന്ന് പറയാന്നേ. അത് വേണ്ട സത്യം വേണ്ട പപ്പി, കാരണം ശരിയാവത്തില്ല, കാരണം നമ്മൾ വല്ലതും പിടിച്ചുകൊണ്ട് പോയാലോ, അവർ വീട്ടിലെങ്ങാനും പറഞ്ഞാലോ എന്നൊക്കെ പറയും. അല്ല നല്ലവരേ വരത്തുള്ളൂ, വരുന്നവർ ദുഷ്ടവരാണെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ അല്ല നല്ല ആൾക്കാരെ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ പപ്പിമോൾ പറയുകയാണ്. അങ്ങനെ ഇവർ അങ്ങനെ തന്നെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എന്താണ്, കാരണം പപ്പിമോൾക്ക് തീരെ നടന്ന് കാല് വേദനയാണ്. അപ്പം നേരെ വരുന്നത് സുസ്മിതയുടെ വണ്ടിയാണ് വരുന്നത്. അപ്പോൾ സുസ്മിത ഈ പിള്ളേരെ കണ്ടിട്ടും പിള്ളേരെന്താണ് കൈ കാണിക്കുമെന്ന് വണ്ടി നിർത്താൻ വേണ്ടി. ഉടനെ എന്താണ് നമ്മുടെ സത്യമോൾ പറയുന്നത്, കണ്ടോ ദുഷ്ടരാ വണ്ടി നിർത്താതെ പോയല്ലോ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പപ്പിയോട് തുടങ്ങി ശരിയാ ദുഷ്ടരാ എന്ന് പറഞ്ഞ് അങ്ങനെ മുന്നിലോട്ടേക്ക് എന്താണ് ദുഷ്ടരാവത്തില്ല എന്നാണ് ആദ്യം നമ്മൾ പപ്പിമോൾ പറഞ്ഞത്. പക്ഷേ എന്തായാലും ദുഷ്ടരാണ്, കാരണം മുന്നിലേക്ക് തന്നെ കാറ് വിട്ടുപോയി പിള്ളേർ കൈ കാണിച്ചിട്ട് പോലും നിർത്തിയില്ല. അപ്പോൾ സുസ്മിത കാറിന് ഡ്രൈവർ മാഡം അവിടെ 2 പിള്ളേർ നിന്ന് പിന്നെ അഷ്ടിക്ക് വകയില്ലെങ്കിൽ കൊച്ചുങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിടല്ലേ, അല്ലെങ്കിൽ സ്കൂളിൽ പറഞ്ഞു വിടുമ്പം ബസ്സിന് ടിക്കറ്റ് പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടാൻ നിൽക്കുന്നത് ആലവലാദികൾ എന്ന് പറഞ്ഞിട്ട് സുസ്മിത താൻ വണ്ടി വിടടോ എന്ന് പറഞ്ഞിട്ട് എന്താണ് മുന്നിലേക്ക് വണ്ടി പോവാണ്. അതൊന്നും താൻ മൈൻഡ് ചെയ്യണ്ട. അപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും സുസ്മിതയുടെ മൈൻഡിലേക്ക്, അതായത് ഒന്ന് വണ്ടി ഒരു 10 സ്റ്റെപ്പ് മൂവ് ആയപ്പോഴത്തേക്കും സുസ്മിതയുടെ മനസ്സിലേക്ക് പ്ലിങ്ക് അടിച്ചിട്ട് കറക്റ്റായിട്ട് എന്താണ് വരുവാണ് ഈ പറഞ്ഞ കുട്ടി, അതായത് നേരെ കണ്ടത് സത്യഭാമയുടെ കൊച്ചുമോളല്ലേ എന്ന്. കാരണം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുത്ത ഒരു എപ്പിസോഡുണ്ടല്ലോ, ആരാണ് ഇതിൻ്റെ വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കുന്ന വീട്ടിൽ ഉള്ളവരാണ്, അല്ലാതെ വീട്ടിൻ്റെ പുറത്തുനിന്ന് വന്ന് വലിഞ്ഞു കയറി വന്നിരിക്കുന്ന അച്ഛൻ ആരാ അമ്മ ആരാന്നൊന്നും അറിയാത്തവന്മാരല്ല എന്നെ സൽക്കരിക്കാൻ വേണ്ടി വരേണ്ടത്, നിങ്ങൾക്ക് ഇതാണ് ആദ്യത്തെ മര്യാദ എന്നൊക്കെ പറഞ്ഞ ആ ഒരു എപ്പിസോഡും അമ്മയുടെ മോളല്ലേ ഞാൻ, അച്ഛൻ്റെ മോളല്ലേ ഞാൻ, പിന്നെ എന്തിനാ ഈ ആൻറ്റി പറഞ്ഞപ്പോൾ ആരും എതിര് പറയാത്ത എന്ന് അന്ന് പപ്പിമോള് കറഞ്ഞതും ആ സീനും എല്ലാം ആയിട്ട് സുസ്മിത മനസ്സിൽ അയ്യോ ഇത് ഇവളല്ലേ സത്യഭാമയുടെ കൊച്ചുമോളെന്ന് ചമഞ്ഞ് നടക്കുന്നവളല്ലേ എന്ന് പറഞ്ഞിട്ട് എടോ ഒരു 2 പിള്ളേർ നിൽക്കുന്ന കണ്ടിട്ട് താൻ എന്തോടെ മൈൻഡ് ചെയ്യാതെ പോകുന്നതെന്ന് നേരെ പ്ലേറ്റ് മറിച്ച് ഡ്രൈവറിൻ്റെ അടുത്തും വഴക്കൂടി ഡ്രൈവറിനെ കൊണ്ടുവന്നാണ് കാർ റിവേഴ്സ് അടുപ്പിച്ച് പിള്ളേരുടെ അടുത്ത് വരുമോ. കണ്ടില്ലേ പപ്പി, കണ്ടില്ലേ സത്യം, ഞാൻ പറഞ്ഞില്ലേ അവർ നല്ലവർ, അതായത് തിരിച്ചു വരുന്ന കണ്ടോ, നമ്മൾ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നതാണെങ്കിലോ എന്ന് സത്യം നമ്മൾ പറയുമ്പോൾ അല്ല നല്ലവരായിരിക്കും ആൻറ്റി എന്ന് പറഞ്ഞിട്ട് നല്ലവരായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സുസ്മിതയാണ്. സുസ്മിതയെ കണ്ടതും ഞങ്ങളുടെ പപ്പയും മോൾ സത്യടുത്ത് പറയാണ് നീ പറഞ്ഞ സത്യമോ ദുഷ്ടയാ എന്ന് പറയുമ്പോഴത്തേക്ക് സുസ്മിത പറയാ മോളിപ്പം മോളുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞത് ആൻറ്റി ദുഷ്ടത്യാന്നല്ലേ പറഞ്ഞത്, ആൻറ്റി അത്ര ദുഷ്ടത്യൊന്നുമില്ല, ആൻറ്റിയെ കണ്ടാലേ ദുഷ്ടത്യാന്നൊക്കെ തോന്നുള്ളൂ, ആൻറ്റി വളരെ നല്ലവളാ, നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ തന്നെ ഇപ്പം കൈ കാണിച്ചത് ഞാൻ വന്ന് നിന്നില്ലേ, നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനല്ലേ വന്ന്, നിങ്ങൾക്ക് എന്ത് സഹായം വേണ്ട മക്കളെ പറ, മക്കൾ എന്ത് സഹായം വേണമെങ്കിലും ആൻറ്റി ചെയ്തു തരാമെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് സഹായമൊന്നും വേണ്ട, ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോളാം, ഞങ്ങൾക്ക് സഹായമൊന്നും വേണ്ട. അപ്പം എന്താണ് അങ്ങനെ പറഞ്ഞ് എങ്ങനെ ശരിയാവുന്ന, നീയൊക്കെ തന്നെയല്ലേ കൈ കാണിച്ച് വണ്ടി നിർത്തിയത്, അപ്പം എൻ്റെ വണ്ടി കൈ കാണിച്ച് നിർത്തിയെങ്കിൽ എന്തിനാ ഇപ്പം സഹായം വേണ്ട, എൻ്റെ വണ്ടി വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തോന്ന് പറഞ്ഞിട്ട് മാത്രം ഇവിടെ നിന്ന് പോയാൽ മതി. അങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് വണ്ടി വേണ്ടെന്നല്ലേ പറഞ്ഞു, ഞങ്ങൾ ചുമ്മാ കൈ കാണിച്ചാ, ഇതേടെ കൊച്ചേ കൂടുതൽ വിളച്ചിലെടുക്കല്ലേ എന്ന് സത്യയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും സത്യ പറയാമെന്ന് ആൻറ്റി പേടിപ്പിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് വണ്ടി വേണ്ടെന്ന്. നീ ഞാൻ ആരാന്ന് വെച്ചിട്ടാണ് ഈ പറയുന്നത്, പിന്നെ ഇവളെ കണ്ടാൽ തന്നെ അറിയാം എന്താണ് നീയും ഇവളും കൂടെ ഒരുമിച്ച് എന്താണ് സ്കൂളിൽ നിന്ന് ചാടി വന്നിരിക്കുന്നത്. ഉടനെ ഇത് കേട്ടിട്ട് പിള്ളേരിന് എട്ടുവാണ്, അയ്യോ ഇതൊക്കെ മനസ്സിലാവും. പിന്നെ ഇവള് സത്യഭാമയുടെ കൊച്ചുമോളം ചമ്മഞ്ഞ് നടക്കുന്നവളല്ലേ, അവളുടെ സ്കൂൾ ഈ ജില്ലയിൽ പോലും അല്ലാന്ന് എനിക്കറിയാം, അപ്പം പിന്നെ അതേ യൂണിഫോമിനകത്ത് ഇരിക്കുന്ന നീയും അതേ സ്കൂളുകാരിയാണെന്നും ഈ ജില്ലയിലുള്ളവളല്ലാന്നും ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇപ്പം എൻ്റെ ഫോണിൽ തന്നെ എന്നാൽ സത്യഭാമയുടെ ഫോൺ നമ്പർ കിടപ്പുണ്ട്, ഒന്ന് സത്യാമ്മ വിളിച്ചിട്ട് ഈ കൊച്ചുമോളുടെ കാര്യം ഒന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം മതി. സത്യാമ്മ ഇപ്പോൾ ഓടി പാഞ്ഞെത്തും, എന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ നിന്നെയൊക്കെ നിൻ്റെ വീട്ടുകാർ അന്വേഷിക്കേണ്ട പോലെ പോലീസ് സ്റ്റേഷനിൽ വന്നതായിരിക്കും നിന്നെയൊക്കെ എന്താണ് പിടിച്ചുകൊണ്ട് പോകേണ്ടി വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും പിള്ളേർ പേടിച്ചിട്ട് സത്യം പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ അമ്മ വലിയ ഓഫീസറായെന്ന് പറയുമ്പോഴത്തേക്കും നിൻ്റെ അമ്മ വലിയ ഓഫീസറാണ്, ഞാൻ മേയെന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ, മേയെന്ന് പറയുമ്പോഴത്തേക്കും പോലീസിൻ്റെ മേൽ പല അധികാരമുള്ളവളാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് പിന്നെ ഈ ചാടിപ്പോയതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആൻറ്റി ഇതിനേക്കാളും അതിലും കാര്യങ്ങളൊക്കെ ചാടിയൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങൾ ചാടിപ്പോയതാണെന്നോ പുറത്തു വന്നോ. പിന്നെ സ്കൂളിൽ നിന്ന് ചാടി യൂണിഫോമിനകത്ത് ഇത്രയും ദൂരം വന്നിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെ അറിയിപ്പിക്കാതെ എന്തോ കാര്യമുണ്ട്, സത്യം പറയാം എന്തിനാ വന്ന 2 കൂടെ എന്ന് പറയുമ്പോഴത്തേക്കും പിള്ളേർ പറയുന്നത് ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ കാണാൻ വന്നതാ,
ഉടനെ പറയുമ്പോൾ ആർട്ടിസ്റ്റ് അങ്കിളോ, ഞങ്ങൾ പടം വരപ്പിക്കാൻ. ഓ, പടം വരപ്പിക്കാനാണ് ഇത്രയും ദൂരം വന്നത്, അതെന്താ വീട്ടിൽ പറയാതെ പടം വരപ്പിക്കാൻ വന്നത്? അത് സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ല. ഉടനെ എന്താണ് അതിന് മുന്നേ എന്താണ് സുസ്മിത പറയുന്നത്, ഈ പണ്ടാരങ്ങൾ കൊണ്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനാ ഈ പൊക്കണങ്ങളെയും കൂടെ വലിച്ചു കെട്ടിക്കൊണ്ട് ഞാൻ പോകാൻ നിൽക്കുന്നത്, ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിന് ഞാൻ സാധിച്ചിട്ട് എനിക്ക് എന്തോ കിട്ടാനാ എന്ന് സുസ്മിത മനസ്സിൽ ആലോചിക്കുമ്പോഴാണ് ഈ കുഞ്ഞ് പറയുന്നത് എന്താണ്, സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പടം വരപ്പിക്കുന്നതെന്ന് പറയുന്നത്. ആ, സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ലാതെ സത്യഭാമയ്ക്ക് ഇഷ്ടമല്ലാതെ എന്ത് കാര്യം ചെറുതോ വലുതോ ആവട്ടെ, ആ ചെയ്യുന്നതിനകത്ത് വലിയ ഉപകാരമൊന്നും എനിക്ക് കിട്ടാനില്ലെങ്കിലും മനസ്സിനൊരു സന്തോഷം കിട്ടും. ആ സന്തോഷം ഞാൻ എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത്, പിള്ളേരെ പെറുക്കിയെടുത്തുകൊണ്ട് പോവാം, സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ല ചെറിയ കാര്യമാണെങ്കിൽ എനിക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും, അതെനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് എന്താണ് സുസ്മിത പിള്ളേരെ പെറുക്കിയെടുത്ത് വണ്ടിക്കകത്തിട്ടുകൊണ്ട് പോവാണ്. അപ്പം വണ്ടിയുടെ ബാക്ക് സീറ്റിന് എന്താണ് പിള്ളേരിരിക്കുന്നത്, സുസ്മിത കൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയിട്ട് എന്താണ്, രണ്ടാളും കൂടെ രാവിലെ വെച്ച് പുറപ്പെട്ട് കാണുമല്ലോ, എങ്ങനെ എത്തി പിടിച്ച് ഇവിടം വരെ, വഴിയൊക്കെ അറിയാമോ? അറിയാം ആൻറ്റി. പിള്ളേർക്ക് സന്തോഷവും സമാധാനവും ചിരിയുണ്ട് രണ്ടുപേരുടെ മുഖത്തും. സുസ്മിത തിരിഞ്ഞു നോക്കിയിട്ട് എന്താണ്, നിങ്ങളുടെ രണ്ടുപേരുടെ കയ്യിൽ ഫോണൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സത്യയുടെ ഫോണുണ്ടെന്ന് നമ്മുടെ പപ്പി പറയുന്നു. അപ്പം ഫോണുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് നിങ്ങളെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ വീട്ടുകാർക്ക് സംശയം തോന്നില്ല എന്ന് സുസ്മിത ചോദിക്കുമ്പം നമ്മുടെ സത്യമോള് പറയുന്നുണ്ട്, അതൊന്നും തോന്നില്ല, സ്കൂളിലാണെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയല്ലേ വെക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ സുസ്മിത മനസ്സിലാക്കിയോ, കാഞ്ഞ വിത്ത സന്താനമാണെങ്കിലും ശരി തന്നെ, ഭയങ്കര കാഞ്ഞ വിത്ത ഇവള് വിളഞ്ഞ വിത്താന്ന് മനസ്സിലാക്കുന്നു. കാരണം ശാലിനിയുടെ മകളാണ് ഇതുവരെ സുസ്മിതയ്ക്ക് അറിയത്തില്ല. ഇതൊന്നും അറിയാതാണ് സുസ്മിത സഹായിക്കുന്നത്. അത് തന്നെ വലിയൊരു കാര്യമായി. കാരണം പിള്ളേർ വലിയൊരു അപകടത്തിൽ പെടാതിരിക്കാൻ തന്നെ ശാലിനിയുടെ മോളാന്ന് അറിയാത്ത തന്നെ വലിയൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അപ്പോൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി തന്നെ വെച്ചിരിക്കുവാണെന്നൊക്കെ പറഞ്ഞതും ഈ പറയുമ്പോഴാണ് നമ്മുടെ ശാലിനി വീണ്ടും നമ്മുടെ സത്യയുടെ നമ്പറിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം സത്യയ്ക്ക് നമ്പർ കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് ഇവരുടെ പിള്ളേർ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ട് ശാലിനിക്ക് വിളിച്ചാലും ട്രാക്ക് കിട്ടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ അതിനുശേഷം വീണ്ടും നേരെ ഇവർ എങ്ങനെ പോകുന്നു, നല്ല മഴ പെയ്യുവാണ്. ആ മീൻപാറ ഏരിയക്കകത്ത് ഭയങ്കര മഴ പെയ്യുവാണ്. ആ മഴ പെയ്യുന്ന സമയത്തിനകത്ത് നേരെ എന്താണ് ചെന്ന് കൊണ്ടുവന്ന് ഇറക്കി വിടുന്നത് ഈ പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ വീട്ടിനകത്താണ് ഇറക്കി വിടുന്നത്. വിജയമോഹൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. അപ്പോൾ പുള്ളിക്കാരൻ എന്താണ്, അയാളുടെ വീട്ടിൻ്റെ വാതിലിൽ തന്നെ ഒരു പെൻസിലൊക്കെ ചെവി കുത്തി എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് ഇരിക്കുന്നത് അതേ ലുക്കിനകത്ത് അയാളിങ്ങനെ ചാരി കിടക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ്, സുസ്മിതയാണ് ആദ്യം കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അതിന് മുന്നേ തന്നെ പിള്ളേർ കാറിൻ്റെ അകത്ത് നിന്ന് ദേ ആർട്ടിസ്റ്റ് അങ്കിൾ ഇരിക്കുന്നു എന്താ പറയുക, ശരിയാ നോക്കിക്കൊണ്ട് ആർട്ടിസ്റ്റ് അങ്കിൾ നമ്മൾ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പി മോള് സത്യടുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ സുസ്മിത കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആർട്ടിസ്റ്റ് വിജയമോഹൻ അല്ലേ, അതെയല്ലോ, നിങ്ങൾ ആരാണ്? അത് എനിക്ക് നിങ്ങൾക്കും തമ്മിൽ പരിചയമില്ല, പക്ഷെ നിങ്ങളെ പരിചയമുള്ള നിങ്ങൾ അറിയാവുന്നതായിട്ട് 2 പേര് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എന്നെ അറിയാവുന്നവരോ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് വിജയമോഹൻ പറയുമ്പോഴത്തേക്ക് എന്താണ്, കാറിൽ നിന്ന് ഈ കുട്ടികൾ ഇറങ്ങി വരുവാണ്. അങ്കിളേ ഉണ്ട് എന്താണ്, വിജയമോഹൻ ആലോചിക്കണം അന്ന് അവിടെ പടം വെച്ചത്, അങ്കിളെ പ്ലീസ് 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 ഒന്ന് പടം വരച്ച അങ്കിളെ എന്ന് പറഞ്ഞ് അന്ന് പോലീസ് സ്റ്റേഷനിൽ പ്ലീസ് ചെയ്ത കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുമ്പം പിള്ളേർ ഓർമ്മ വന്നു, നിങ്ങളോ മക്കളെ, നിങ്ങൾ എന്തിനാ ഇവിടെ ഇത്രയും ദൂരം? അത് നിങ്ങളെ കാണാൻ വേണ്ടി സ്കൂൾ വരെ ചാടിപ്പോയി ഇവിടം വരെ വന്നിരിക്കുവാണ്. ഞാൻ വടി വെച്ച് കണ്ടപ്പോൾ എനിക്ക് പരിചയമുള്ള പിള്ളേരാണെന്നല്ലോ എന്നിട്ട് ഞാൻ അവരുടെ ആഗ്രഹമല്ലേ ഒന്ന് പടം വരപ്പിക്കാനല്ലേ എന്നിട്ട് ഇവിടം വരെ വന്നതാണ്. ഓ, അപ്പം നിങ്ങൾക്ക് ഞാൻ അന്ന് പടം വരച്ച് തന്നതല്ലേ, അത് പടം കണ്ടില്ലായിരുന്നോ എന്ന് പറയുമ്പോഴത്തേക്കും അത് അങ്കിളെ കാണാൻ പറ്റില്ല, ദുഷ്ടനായ പോലീസുകാരൻ വന്നിട്ട് ആ പടമൊക്കെ ചുരുട്ടി കളഞ്ഞ് കീറി കളഞ്ഞിട്ടില്ലേ, ഇത് പോലീസുകാർ എന്താണ് കാണിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ സുസ്മിത മനസ്സിലാക്കിയാണ്, ഇനി ആ പോലീസുകാരൻ നമ്മുടെ എന്താണ് ചിറ്റപ്പം വല്ല ആണോ എന്ന് ആലോചിക്കുമ്പോഴാണ് പിള്ളേർ പറയുന്നത് എന്താണ്, അത് മൊത്തം അങ്ങേര് നുള്ളി കീറി പറിച്ചു കളഞ്ഞു, ദുഷ്ടനാ പന്ന പോലീസുകാരനാ എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ ശരിയാ പന്ന പോലീസുകാരനാ, അയാളാണെങ്കിൽ രാത്രി ഉറക്കത്തിനകത്ത് കട്ടിലിൽ നിന്ന് ഉരുണ്ട് വീഴുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സത്യ പറയുന്നുണ്ട്, ഉരുണ്ട് വീണ് ഉറുമ്പ് കടിച്ച് അയാൾ ചത്തു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് എന്തായാലും ഉറപ്പായി നമ്മുടെ ചിറ്റപ്പനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ ദുഷ്ടനായ ACP കാണിച്ചില്ല, ആ ACP ചന്ദ്രബോസ്, ഉറപ്പായി സുസ്മിതയ്ക്ക് ഉറപ്പാക്കി ചിറ്റപ്പനായതല്ലേ. അപ്പോൾ ഇത് ചിറ്റപ്പൻ എന്തോ ഈ പിള്ളേരെ പീക്കി ഫോട്ടോകൾ പോലും ഇതാക്കാതെ. അപ്പം ഈ പിള്ളേരെന്താണ് ഫോട്ടോ അപ്പം ആർട്ടിസ്റ്റ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സുസ്മിതാനോ ഒന്ന് വരച്ചു കൊടുക്കുക, പിള്ളേരുടെ ആഗ്രഹമല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫോട്ടോ കാണിക്കുന്നു. ഫോട്ടോ കാണിച്ചിട്ട് സുസ്മിത ആ ഫോട്ടോ ഉടൻ തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് സുസ്മിതയ്ക്ക് ഈ ഫോട്ടോ കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ശാലിൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ അല്ലേ, ആൻറ്റിക്ക് അറിയാവോ എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല കുട്ടികളുടെ ഫോട്ടോ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ഷേ ഇത് എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇതാക്കുമ്പോഴത്തേക്കും എന്താണ് എന്തായാലും വരച്ചു കൊടുക്കും പിള്ളേർ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടി എന്താണ്
വിജയരാഘവൻ ഇത് പറയുന്നതും വിജയരാഘവൻ ചോദിക്കുന്നത് വല്ല കുഴപ്പം വല്ല കാണുമോ, കാരണം പോലീസ് എന്ന് വരച്ചിട്ട് എന്താണ് ACP ചന്ദ്രബോസ് എന്താണ് കാണിക്കാത്ത എന്താണ് മാറ്റിയൊരു സാധനമാണ്, പിന്നെ വലിയ പുലിവാല വല്ല ആവുന്ന കേസാണോ എന്ന് പറഞ്ഞ് പേടിക്കുമ്പോഴത്തേക്കും സുസ്മിത പറയുന്നുണ്ട് അതിനേക്കാളും വലിയ ആൾ തന്നെയാണ് ഞാൻ, അതുകൊണ്ട് ഒരു പ്രശ്നം വരത്തില്ല, താൻ ധൈര്യമായിട്ട് വരയ്ക്കും, പിള്ളേർക്ക് ഒരു ആഗ്രഹത്തിനുള്ള പടമല്ലേ അതങ്ങ് വരച്ചു കൊടുക്കണോ, അതിനകത്ത് എന്തോ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്നാ ബാ അകത്ത് വാ ഞാൻ വരച്ചു തരാം എന്ന് പറയുന്നുണ്ട്. സുസ്മിത പറയുന്നുണ്ട് എനിക്ക് വലിയ വലിയ പോലീസുകാരുമായിട്ട് വരെ കൂട്ടുണ്ട്, എന്നാൽ ആ വൃത്തിയായിട്ട ACP ചന്ദ്രബോസിനെ പോലെയുള്ളവന്മാരുമായിട്ടല്ലല്ലോ കൂട്ടുകെട്ട് എന്ന് പറയും. അല്ല എന്ന് സുസ്മിത പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് വരയ്ക്കാൻ തന്നിട്ട് അങ്ങനെ ആർട്ടിസ്റ്റ് എന്താണ് പിള്ളേരെയും കൊണ്ട് സുസ്മിതയും കൊണ്ട് അകത്ത് പോയി വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ കാണിക്കുക നമ്മുടെ ശാലിനിയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെന്താണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓട്ടാപാസിലിൽ തന്നെയാണ്. ഇതാണ് ഇന്നത്തെ സീരിയലിൻ്റെ ടോട്ടൽ റിവ്യൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. നാളത്തെ എപ്പിസോഡിൻ്റെ നമ്മുടെ ചന്ദ്രബോസിൻ്റെ ഭാഗത്ത് നമുക്ക് സുസ്മിതയ്ക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. ഇനി സുസ്മിത എന്ത് ചെയ്യും, പിള്ളേരെ രക്ഷിക്കുമോ ശിക്ഷിക്കുമോ എന്നുള്ള കാര്യം ഇനിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ അടുത്ത ദിവസത്തേക്ക് നോക്കാം. താങ്ക് യു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.